ഹലോ എവ്രി വൺ. ഇന്ന് ഉച്ച ഊണിന് ലഞ്ചിന് ഉണ്ടാക്കിയതാണ് ഞാൻ ഇവിടെ കാണിക്കുന്നത്. ഒരു മസാലക്കറി, പിന്നെ നമ്മുടെ പടവലങ്ങയും പരിപ്പും കൂടിയിട്ടൊരു തോരനും മാങ്ങാ സമ്മന്തിയും. അപ്പോൾ മസാലക്കറിക്ക് ഇതാ ഞാൻ 1 ടേബിൾ സ്പൂൺ മല്ലി എടുത്തു, ഒരു 5-6 കുരുമുളക്, കുറച്ച് ജീരകം നമുക്കൊന്ന് വറുത്ത് കൊടുക്കാം. ഇതിൻ്റെ കൂടെ തന്നെ നമുക്ക് ചുവന്ന മുളക് എരിവിനനുസരിച്ചിട്ട് ആഡ് ചെയ്ത് കൊടുക്കാം. ഞാൻ ഒരു 3 എണ്ണമാണ് ആഡ് ചെയ്തിരിക്കുന്നത്. ഒരു പച്ചമണയ്ക്ക് പോയ ശേഷം ഒരു 3 വെളുത്തുള്ളി, ഒരു പീസ് ഇഞ്ചി, പിന്നെ 2 ചെറിയ ഉള്ളി. എൻ്റെ കയ്യിൽ ഒരു ചെറിയ ഉള്ളി ഉണ്ടായിരുന്നുള്ളൂ. ഞാൻ ചെറിയൊരു പീസ് വലിയ ഉള്ളി കട്ട് ചെയ്തത് ആഡ് ചെയ്ത് കൊടുത്തിട്ടുണ്ട്. നന്നായിട്ട് നമുക്കൊന്ന് വഴറ്റി കൊടുക്കാം. ഇനിയിപ്പോൾ ഇതിൻ്റെ കൂടെ നമുക്ക് നാളികേരം ആഡ് ചെയ്ത് കൊടുക്കാം. നാളികേരം നല്ല ബ്രൗൺ കളറായിട്ട് അങ്ങോട്ട് വറുത്തെടുക്കാം. ഇതിപ്പോൾ മസാലക്കറിക്ക് ആണ് റെഡിയായിക്കൊണ്ടിരിക്കുന്നത്. ഇത് പടവലങ്ങ കട്ട് ചെയ്ത് വെച്ചിട്ടുണ്ട്. നമ്മുടെ ചനാദാൽ കടലപ്പരിപ്പ് വേവിച്ചും വെച്ചിട്ടുണ്ട്. ഇനിയിപ്പോൾ നമുക്ക് പടവലങ്ങയും ചനാദാലും വെച്ചുള്ള ഒരു തോരൻ ഉണ്ടാക്കാം. എണ്ണ ചൂടാക്കി വെളിച്ചെണ്ണയിലാണ് ഉണ്ടാക്കുന്നത്. കടുക് പൊട്ടിച്ചു, ചുവന്ന മുളകും കരിവേപ്പിലയും ഇട്ട് കൊടുത്തു. പിന്നെ ഒരു സവാള ആഡ് ചെയ്ത ശേഷം നന്നായിട്ട് നമുക്കൊന്ന് വഴറ്റി കൊടുക്കാം. സവാളയൊക്കെ ഒന്ന് വഴന്ന് വരുമ്പോൾ നമ്മൾ കട്ട് ചെയ്ത് വെച്ചിരിക്കുന്ന നമ്മുടെ പടവലങ്ങ ഇതിലേക്ക് ആഡ് ചെയ്ത് കൊടുക്കാം. സൈഡ് ബൈ സൈഡ് നാളികേരവും വറുത്തുകൊണ്ടിരിക്കുകയാണ്. ഒരു ബ്രൗൺ കളർ ആവുന്നവരെ നമുക്കിത് വറുക്കണം. ഇനിയിപ്പോൾ പടവലങ്ങ ആഡ് ചെയ്ത് കൊടുക്കാം. വെള്ളം ഒഴിക്കേണ്ട ആവശ്യമില്ല, എന്ന് വെച്ചാൽ പടവലങ്ങയിൽ നിന്ന് തന്നെ വെള്ളം വരുമല്ലോ. ഉപ്പും ആഡ് ചെയ്ത ശേഷം നന്നായിട്ടൊന്ന് മിക്സ് ചെയ്ത് കൊടുത്തിട്ട് അടച്ചൊന്ന് വേവിച്ചെടുക്കാം. ഇത് വേഗം ആകുകയും ചെയ്യും. പിന്നെ ഓൾറെഡി നമ്മൾ കടലപ്പരിപ്പ് വേവിച്ചും വെച്ചിട്ടുണ്ട്. കുക്കറിൽ ഞാൻ ഒരു 3 വിസിൽ അങ്ങോട്ട് വേവിച്ചെടുത്തു. അപ്പോൾ പാകത്തിന് വെന്തും കിട്ടിയിട്ടുണ്ട്. ഇവിടെ നമ്മുടെ നാളികേരം ചുവന്ന് വന്നിട്ടുണ്ട്. ഇനി മസാലക്കറിക്ക് ഞാൻ നമ്മുടെ ഈ തുവരക്കൊട്ടയുണ്ടല്ലോ, അതാണ് എടുത്തിരിക്കുന്നത്. അതിൻ്റെ കൂടെ പൊട്ടാറ്റോ ആഡ് ചെയ്തു, ഒരു ടൊമാറ്റോ ആഡ് ചെയ്ത് കൊടുക്കുകയാണ്. പിന്നെ മഞ്ഞൾപ്പൊടിയും ഉപ്പും ആഡ് ചെയ്ത ശേഷം നമുക്ക് വേവിച്ച് തുടങ്ങാം. അങ്ങനെ നമ്മുടെ കറി ഇനി ഇവിടെ വേവിക്കാനായിട്ട് വയ്ക്കാം. നമുക്ക് അടച്ചങ്ങോട്ട് വേവിക്കാം. ഇവിടെ നമ്മുടെ പടവലങ്ങ ഒന്ന് വെന്ത് വന്നിട്ടുണ്ട്. ഇപ്പം നമുക്ക് കടലപ്പരിപ്പ് ഇതിലേക്ക് ആഡ് ചെയ്ത് കൊടുക്കാം. എന്നിട്ട് നന്നായിട്ട് അങ്ങോട്ട് മിക്സ് ചെയ്ത് കൊടുക്കുക. ഉപ്പൊക്കെ പാകത്തിനുണ്ടോ എന്ന് നോക്കുക. നമ്മൾ ഓൾറെഡി ഉപ്പ് ആഡ് ചെയ്തിട്ടുണ്ട്, പക്ഷേ ഇപ്പോൾ കടലപ്പരിപ്പും ആഡ് ചെയ്തിട്ടുണ്ടല്ലോ, ഉപ്പുണ്ടോ എന്ന് നോക്കാം. പടവലങ്ങ തോരന് നാളികേരം, പച്ചമുളക്, ജീരകം, പിന്നെ ചെറിയ ഉള്ളി, വെളുത്തുള്ളി ഒന്ന് ചതച്ചെടുത്തിട്ടുണ്ട്. ഇപ്പോൾ അതും ആഡ് ചെയ്ത് കൊടുത്തിട്ട് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്ത് കൊടുക്കാം. എന്നിട്ട് ഒരു 2 മിനിറ്റും കൂടെ അടുപ്പത്ത് വയ്ക്കാം. എന്ന് വെച്ചാൽ ഈ നാളികേരം നമ്മുടെ പടവലങ്ങയിൽ പിടിച്ച് വരട്ടെ. അപ്പോഴത്തേനും നമ്മൾ വറുത്ത് വെച്ചിരിക്കുന്ന കോക്കനട്ട് കൂളായിട്ടുണ്ട്. അത് അരച്ചെടുത്ത് കൊണ്ടുവന്ന് നമ്മുടെ മസാലക്കറിയിലേക്ക് ഒഴിച്ച് കൊടുത്തിട്ടുണ്ട്. നന്നായിട്ട് മിക്സ് ചെയ്ത ശേഷം അത് വീണ്ടും നമുക്കൊന്ന് തിളപ്പിക്കാനായിട്ട് വയ്ക്കാം. സമ്മന്തിക്ക് നാളികേരം എടുത്തിട്ടുണ്ട്, മാങ്ങയും, ഒരു ചെറിയ ഉള്ളി, ഒരു പീസ് ഇഞ്ചി, ചുവന്ന മുളക്, ഉപ്പ് ചേർത്ത് ഒന്ന് ക്രഷ് ചെയ്തെടുത്തു. പിന്നെ കരിവേപ്പിലയും ചേർത്ത് ഒന്നും കൂടെ അരച്ചെടുത്ത് സമ്മന്തി റെഡിയാക്കിയിട്ടുണ്ട്. ഇനിയിപ്പോൾ നമ്മുടെ കൂട്ടാനിലേക്ക് കടുക് താളിക്കുകയാണ്. കടുകും വറ്റൽമുളകും കരിവേപ്പിലയും എണ്ണയിൽ അങ്ങോട്ട് താളിച്ചത് നമ്മുടെ കൂട്ടാനിലേക്ക് ഒഴിച്ചു കൊടുത്തു. അങ്ങനെ മസാലക്കറി റെഡിയായി. പടവലങ്ങ തോരൻ റെഡിയായിട്ടുണ്ട്. മാങ്ങാ സമ്മന്തിയും റെഡിയായിട്ടുണ്ട്. നമ്മുടെ സ്റ്റോവ് മുഴുവൻ ഇങ്ങനെ പൊടികൾ വീണിട്ടുണ്ട്. വൃത്തിയാക്കി അങ്ങോട്ട് എടുത്തു. അങ്ങനെ ഉച്ചലത്തേക്കുള്ള ഭക്ഷണം നമുക്കിന്ന് റെഡിയായിട്ടുണ്ട്. അപ്പോൾ ഇന്ന് ഇതൊക്കെയാണ് ഇവിടെ ഉണ്ടാക്കിയിരിക്കുന്നത്. അതാണ് ഞാൻ നിങ്ങളുടെ കൂടെ ഷെയർ ചെയ്തത്. ഇഷ്ടമായി കാണുമെന്ന് വിചാരിക്കുന്നു. ഇതുപോലെ നിങ്ങളൊന്ന് ട്രൈ ചെയ്ത് നോക്കൂ. നല്ല ടേസ്റ്റിയാണ് ഈ പടവലങ്ങ തോരനും മസാലക്കറിയും. താങ്ക് യു ഫോർ വാച്ചിങ് മൈ യൂട്യൂബ് ചാനൽ.